നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് നീ ചെയ്യില്ല, ഞാനും ചെയ്യില്ല. വാളയാറിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ കടത്തുകയായിരുന്ന 12 ഗ്രാം MDMA-യുമായി അമ്മയും മകനും സുഹൃത്തുക്കളും എക്സൈസിന്റെ വലയിലാകുന്നത്. എറണാകുളത്ത് താമസിക്കുന്ന അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ അമ്മ കാണിച്ചു കൊടുത്ത അതേ വഴിയിലൂടെ മകനും യാത്ര ചെയ്തു. അവൻ ചിലപ്പോ മറ്റേ പടം കണ്ടു കാണും, അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ MDMA പോലെ. അതെ, അമ്മ മകന് മനസ്സ് വഴി MDMA കൊടുത്തു. മകൻ അത് കൊണ്ടു നടന്ന് വിൽക്കാനുള്ള ട്രെയിനിങ് എടുത്തു. കണ്ടില്ലേ, അമ്മയുടെ കൂടെ മകനും കൂടിയാണ് MDMA കച്ചവടത്തിനൊക്കെ പോകുന്നത്. കാലം മാറി, ഇന്നത്തെ കാലത്ത് ഇമാതിരി ടീംസൊക്കെയാണ് ഉള്ളത്. അപ്പൊ ചിന്തിക്കുക, ഇന്ന് മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കുറെ നാള് 2K കിഡ്സിനെ കിടന്ന് വാരി കോരിയിട്ട് അലക്കിയില്ലേ. ഇത് 2K കിഡ്സിന്റെ ഭാഗത്ത് മാത്രമല്ല, പഴയ ടീമുകളിലുള്ള ചില ഇങ്ങനെയുള്ള ടീമുകളും ഉണ്ട്. അമ്മയും അമ്മയുടെ കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് മോനെയും കൂടെ കൊണ്ടുപെടുത്തി മോന്റെ ലൈഫും ജീവിതവും കൂടെ കുട്ടിച്ചോറാക്കിയപ്പോൾ അമ്മ ഇപ്പൊ ഹാപ്പി ആയി കാണും. ഇങ്ങനെയുള്ള മാതൃക, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ ഇക്കൊല്ലത്തെ മാതൃക അമ്മയ്ക്കുള്ള അവാർഡ് ഈ ചേച്ചിക്ക് തന്നെ കൊടുക്കണം. വേറെ ആർക്കും കൊടുക്കല്. അർഹതപ്പെട്ട കരങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് കേരളത്തിൽ. അർഹതപ്പെട്ട അമ്മ, മാതൃക അമ്മ, അത് നമ്മളിപ്പോ കണ്ട ആ ചേച്ചിയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മള് പണ്ട് കാലങ്ങളിൽ അമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് നല്ല വഴികളും അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് ഗുരുക്കന്മാർ വഴി നല്ല രീതിയിൽ വളരണമെന്നും നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇന്നത്തെ മക്കൾക്ക് എങ്ങനെ MDMA സുരക്ഷിതമായി എത്തിക്കാം, എങ്ങനെ MDMA കച്ചവടം നടത്താം, എങ്ങനെ MDMA വഴി ജീവിതം ഉന്നതിയിൽ എത്തിക്കാം, സ്കൂളിലൊന്നും പോണ്ട, MDMA കച്ചവടം ചെയ്താൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ടീംസ് ഉള്ള നാടാണ് ഇപ്പോൾ. അപ്പൊ നമ്മളിപ്പോ ഇനി വേണ്ടത് കാർഡ് വെച്ച് വെടിവെച്ച് എല്ലാവരും ചെക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ ഇത് അങ്ങ് തീരത്തുള്ളൂ. കാരണം ആരുടെ കയ്യിലാണ് ഇപ്പൊ ഫാമിലി ആയിട്ട് പോകുന്നവരെ പോലും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഇമാതിരി ടീമുകൾ കാരണം ഉണ്ടാവുന്നില്ലേ. നാളെ ഒരു കുടുംബം പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ അവരും ഭയത്തിന്റെ പുറത്തൂടെ പോകേണ്ടി വരും. കാരണം പോലീസ് ചെക്കിങ്ങിന് അവർക്ക് നിന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ. കാരണം ഇമാതിരി ടീമുകളെ പിടിക്കുമ്പോൾ നിയമപാലകർക്ക് എല്ലാവരും ചെക്ക് ചെയ്ത് തന്നെ വിടാൻ പറ്റത്തുള്ളൂ. കാരണം കുടുംബമായിട്ട് പോകുന്നവർ പോലും ഇമാതിരി ആക്ടിവിറ്റികളാണ് ചെയ്യുന്നത്. നമ്മള് 2 ദിവസം മുമ്പ് ഒരു അമ്മ കഞ്ചാവ് മൂത്തൊരു മോനെ പോലീസിന് പിടിച്ചു കൊടുത്തു. ഇന്ന് കഞ്ചാവ് മൂത്തൊരമ്മ മകനെയും കൊണ്ടുവന്ന് പെടുത്തി. എല്ലാരും ഉണ്ട്, മിക്സഡ്. TV തുറന്നു കഴിഞ്ഞാൽ വെട്ട്, കൊല, MDMA, കഞ്ചാവ്, കള്ളക്കടത്ത്. അടിപൊളി. നമ്മളെ എമ്പുരാൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് നീ ചെയ്യില്ല, ഞാനും ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇറങ്ങിയാലേ ഇമാതിരി ടീമുകളെ ചൂറിലെടുത്തടിച്ച് അകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അത് പോലീസും എക്സൈസും മാത്രം വിചാരിച്ച പോലെ ജനം, പബ്ലിക് എല്ലാവരും കൈയോടത്ത് ഒന്നിച്ചിറങ്ങണം. ഇമാതിരി ടീമുകളെയൊക്കെ അടിച്ച് കുടുംബത്തിൽ കയറ്റണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.